ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിലേക്ക് വന്നു. ചില ക്യാരക്ടർ റോൾസ് ചെയ്തു, സീരിയൽസ് ചെയ്തു, ഒരുപാട് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ടേക്ക് ഓഫിന്റെ കാര്യം പറഞ്ഞു. തമാശയിലൊക്കെ എത്തി നിൽക്കുന്ന ദിവ്യ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ അംബീഷൻ എന്താ? ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ അംബീഷൻ എന്തായാലും നല്ല ആക്ടർ ആവുക എന്നുള്ളതായിരിക്കും. എവിടെയാണോ ആള് നിൽക്കുന്നത് ഓക്കെ അതിൽ നിന്ന് കുറച്ചും കൂടി നന്നായിട്ട് നല്ലൊരു എങ്ങനെയാ വിലയിരുത്തുക? നമുക്ക് വിലയിരുത്താൻ പറ്റില്ലേ സിനിമകൾ കാണുമ്പം, അല്ലെങ്കിൽ വേറെ ആക്ടേഴ്സിന്റെ സിനിമ കാണുമ്പം ഈ ആക്ടർ അതിനേക്കാളും കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് മുകളിൽ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഗ്രോത്ത്. എനിക്ക് സോബിൻ എന്റെ ഫേവറേറ്റ് ആക്ടറാണ് സോബിൻ. എനിക്കങ്ങനെ തോന്നാറുണ്ട്, എല്ലാ സിനിമകളിലും കുറച്ചും കൂടി മേളിലോട്ട് വരുന്ന പോലെ തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് സൗബിൻ എന്നാണ് ഞാൻ അത് ചോദിക്കാൻ വരായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ആക്ടർ ഉണ്ടോ മലയാളത്തിൽ? എനിക്ക് ആക്ട്രസ് ഇപ്പം നിമിഷയുടെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ടേക്ക് ഓഫിലും പാർവതി ചെയ്തിരിക്കുന്നത് എനിക്ക് അങ്ങനെ. ഓക്കെ, റോൾ മോഡൽസ് എന്ന് പറയാൻ പറ്റില്ല. അല്ല, അടുത്ത ചോദ്യമായിരുന്നു. റോൾ മോഡൽസ് ആരൊക്കെയാണ്? എനിക്ക് ആരും ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടമല്ല ചോദിക്കുമ്പോ ഇന്ന ആളെന്റെ റോൾ മോഡൽ ആണെന്ന് പറയും, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല ആരും. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, അങ്ങനെ സംസാരിക്കാൻ ഒരു കഴിവ് വേണം. ഇത്രേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ. മനഃപൂർവ്വമല്ല, എനിക്ക് മനസ്സിലായി. മനഃപൂർവ്വമല്ല എന്നത് പറയണ കേൾക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാന് വരണ സമയത്ത്, അതായത് ദിവ്യാണ് വരണേന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മളിവിടെ വരണ ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ നോക്കുമല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പറഞ്ഞ പോലെ ബിസിനസ് ആണ് പഠിച്ചത്, HR എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അതിന്റെ ലെവലിൽ ഈ കുട്ടിക്ക് എന്തായാലും കുറച്ച് സംസാരിക്കാനുണ്ടാവും, പക്ഷെ അവിടുന്ന് തുടങ്ങാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഞാൻ ആദ്യം റൂമിൽ വന്ന് കണ്ടപ്പോ ദിവ്യ നമസ്കാരം, നമസ്കാരം, പിന്നെ ഒരു സൈലൻസ് ആണ്. ജനറലി ഇങ്ങനെയാണോ? എനിക്കങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ ഇന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം കുറച്ച് ഇൻട്രോവേർട്ട് ആണ്, കുറച്ച് എക്സ്ട്രോവേർട്ട് ആണ്. എപ്പോഴൊക്കെ എക്സ്ട്രോവേർട്ട് ആവണം? എന്റെ കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ ഒരു മനസ്സിലാവുന്നില്ല, വരണ ഒരു സമയമായിട്ടേ ഉള്ളൂ. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ അടുത്ത് എക്സ്ട്രോവേർട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ വരാറുണ്ട് ചിലപ്പോ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താ? എന്റെ ചളു സഹിക്കാൻ പറ്റില്ല എന്ന് വരാറുണ്ട്. അതൊക്കെ പറയുമല്ലേ? സ്വയം പറഞ്ഞ ചളുവിൽ ഓർത്ത് വെക്കുന്ന കാര്യം എന്താ? സത്യമായിട്ടില്ല, അത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ പറയുന്നതല്ലേ. ഓക്കെ, വെള്ളി വീഴാറുണ്ടോ? വെള്ളി വീഴാറുണ്ടോ? പാട്ട് പാടലുണ്ടോ എന്ന് ചോദിച്ചപ്പോ നേരത്തെ പാടലില്ല എന്ന് പറഞ്ഞു. ലൈക് ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട്, പാടലില്ല. പാട്ട് നമ്മൾ പാടുമല്ലോ എല്ലാരും, പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്കിപ്പോ തമാശയിലെ പാട്ടാണ് ഇഷ്ടം, ഇപ്പൊ ഇറങ്ങിയ പാട്ട്. ഓക്കെ, അതറിയോ? എന്നെ ഷഹബാസമൻ ബ്ലോക്ക് ചെയ്യും. ഞാൻ പറയാം, ഞാൻ മുമ്പേ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാം, പ്ലീസ് ഈ കുട്ടി ഇങ്ങനെ കാര്യം ചെയ്തിട്ട് ഒന്ന് ക്ഷമിച്ചേക്കണേന്ന് പറയാം. ഞാൻ ശ്രമിക്കാം. പാടി ഞാൻ മൂളക്കമാലേ ഒരു പാട്ട് തന്നാലേ മൂളി ഞാൻ. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ ഏറ്റവും ഇളയ കുട്ടിയാണ്. 2 ചേച്ചിമാരാണുള്ളത്. മൂത്ത ചേച്ചി ഗുജറാത്തിലാണ്, രണ്ടാമത്തെ ചേച്ചി അബുദാബിയിലാണ്. അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അങ്ങനെ. ഓക്കെ, ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടോ? എറണാകുളത്തില്ല, എറണാകുളത്ത് ഇടയ്ക്ക് അവര് വരും. അച്ഛനും അമ്മയും കൊല്ലത്താണുള്ളത്.